അവാർഡ്സ് കൊടുക്കുന്നത്. അവരെല്ലാവരും ഒരു റോളല്ലല്ലോ പ്ലേ ചെയ്തത്. ഇപ്പോൾ ഒരു റോള് 4 ആക്ടേഴ്സിനെ കൊണ്ട് ആ റോൾ ചെയ്യിപ്പിച്ചിട്ട് ആരാണ് ആ റോൾ ഏറ്റവും നന്നായിട്ട് ചെയ്തതെന്ന് ചോദിച്ചാൽ പിന്നെയും ഒരു ബന്ധമുണ്ട്. ഇത് ഏതോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ജോണേഴ്സിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് പ്ലേ ചെയ്ത് ഏതൊക്കെയോ ആക്ടേഴ്സിന് ആരൊക്കെയോ വിലയിരുത്തുന്നു, എന്നിട്ട് അതിന് അവാർഡ് കൊടുക്കുന്നു. ഇറ്റ്സ് അൺനെസസറി. You don't believe in that? I'm saying it doesn't make sense to me. Okay. അവാർഡ്സ് കിട്ടുമ്പോൾ എല്ലാവർക്കും രസമാണ്, ബിക്കോസ് ഇറ്റ് ബൂസ്റ്റ് യുവർ കരിയർ, ഇറ്റ് മേക്സ് യു മോർ പോപ്പുലർ ആൻഡ് ഓൾ ദാറ്റ്. പക്ഷെ ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദ ക്രൈറ്റീരിയ. അതായത് എങ്ങനെ കമ്പയർ ചെയ്യുന്നത്? അതായത് ഇന്ന സിനിമയിൽ ഇന്ന റോള് ചെയ്ത ആളെയും മറ്റ് സിനിമയിൽ വേറൊരു റോള് ചെയ്ത ഒരാളെയും ഇത് 200 അങ്ങനത്തെ പെർഫോമൻസസ് വെച്ച് അതിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഈ 4 പേരിൽ ഇന്ന ആൾക്കാണ് അവാർഡ് എന്ന് പറയുമ്പോൾ ഓൺ വാട്ട് ബേസിസ് അല്ലേ? ലൈക്ക് അവരെല്ലാവരും വേറെ വേറെ റോൾസ് അല്ലേ ചെയ്തത്. അറ്റ്ലീസ്റ്റ് സ്കൂളിൽ നിങ്ങളെല്ലാവരും ഒരു സബ്ജക്റ്റ് പഠിച്ചു, നിങ്ങളെല്ലാവരും ഒരേ ക്വസ്റ്റ്യൻ പേപ്പറിന് ആൻസർ കൊടുത്തു, അതിൽ ബെസ്റ്റ് വന്ന ഒരാൾക്ക് ഓക്കെ ക്ലാസ്സിൽ ഫസ്റ്റ് ഇറ്റ്സ് ഓൾ സെയിം. അല്ലെങ്കിൽ 100 മീറ്റർ റേസിൽ എല്ലാവരും ഓടി 100 മീറ്റർ റേസ്, സെയിം ഡിസ്റ്റൻസ്, സെയിം എൻവയറമെൻറ്റ്, സെയിം ക്ലൈമറ്റ്, നിങ്ങൾ ഓടി, സെയിം കാറ്റഗറി, വെയ്റ്റ് കാറ്റഗറി, സെയിം ഏജ് ഗ്രൂപ്പ് അല്ലേ? ഇതൊന്നുമില്ലാതെ ആർട്ട്, എൻ്റെ അഭിപ്രായത്തിൽ ആർട്ട് അല്ലെങ്കിൽ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ അങ്ങനത്തെ കോമൺ അല്ലാത്ത കാര്യങ്ങളിലൊക്കെ ദർ ഇസ് നോ കമ്പാരിസൺ. അപ്പോൾ ഒരു ബേസിക് ക്രൈറ്റീരിയ വേണ്ടേ കമ്പയർ ചെയ്യാൻ? എന്താണ് അതിൻ്റെ ക്രൈറ്റീരിയ? ഇവർ നോക്കുന്നത് ആ ക്യാരക്ടറിൻ്റെ ഓരോ ക്യാരക്ടറിലാണ് ഏറ്റവും സ്ട്രെങ്ത് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആൻഡ് ദ വേ ഷീ ഓർ ഹീ പോർട്രേ ചെയ്തിരിക്കുന്ന ഒരു ഇതിൻ്റെ അതിൻ്റെ ഒരു ഡെപ്ത് അത് വെച്ചിട്ടായിരിക്കാം ആ ഒരു. അതെ, പക്ഷേ that is not based on another person's portrayal of another character, which has a different depth in the script itself. പക്ഷേ എത്രയോ അവാർഡ്സ് വാങ്ങിക്കൂട്ടിയ ഒരാളാണ് ലെന. അതെ, പക്ഷെ എപ്പോഴും എനിക്ക് കൺഫ്യൂഷൻ ആവാറുണ്ട്. ബിക്കോസ് ഒരിക്കലും അവാർഡ് ഏറ്റുവാങ്ങുമ്പോൾ സ്റ്റേജിൽ ഇക്കാര്യം സംസാരിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് എനിക്ക് പലപ്പോഴും എന്നെ കൽപ്പന ചേച്ചിയുടെ പെർഫോമൻസ് വേറെ ഗ്രേറ്റ്സിന്റെ കൂടെ നമ്മൾ 4 നോമിനീസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ആൻഡ് ദ അവാർഡ് ഗോസ് ടു ലെന എന്ന് പറയുമ്പോൾ ഐ എം ലുക്കിംഗ് അറ്റ് കൽപ്പന ചേച്ചി ചെയ്ത ആ പെർഫോമൻസ്. ഇറ്റ് ഓൾമോസ്റ്റ് ക്രിയേറ്റ്സ് എ ഫീലിംഗ് ഓഫ് എന്തോ ഇറ്റ്സ് നോട്ട് റൈറ്റ് എന്നുള്ളൊരു ഫീലിംഗ് തോന്നിയിട്ട് ഞാൻ സൈമ അവാർഡ്സിൽ ഇത് ഓപ്പൺലി പോയിന്റ് ഔട്ട് അല്ല, ഐ സെഡ് ഐ ഡെഡിക്കേറ്റ് ദിസ് ടു ഓൾ ദ 4 who were nominated and everybody who acted in there. It's just that this time I'm getting it. Okay. Because art I don't think is comparable. ഇപ്പം നിങ്ങളെല്ലാവരും ഒരു പാൽപ്പായസം വെച്ചു, എന്നിട്ട് പാൽപ്പായസത്തിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാൽപ്പായസം, എല്ലാവരും ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കി, ചോക്ലേറ്റ് കേക്കിലെ ബെസ്റ്റ്, ഓക്കെ. എല്ലാവരും ഒരേ മോണലിസയുടെ പെയിന്റിങ് ഒരു റീപ്രൊഡക്ഷൻ ചെയ്തു, ഓക്കെ. പക്ഷെ കോമൺ അല്ലാത്ത ആർട്ടിനെ എങ്ങനെ ഇങ്ങോട്ടും അങ്ങോട്ടൊക്കെ കമ്പയർ ചെയ്യാൻ പറ്റും? അതൊരു there is no competition for in my mind. There might be competition in other people's minds, പക്ഷേ എനിക്കൊരിക്കലും സിനിമ അല്ലെങ്കിൽ ആർട്ട്, ഐ എം ബേസിക്കലി an artist in all rights. റൈറ്റിംഗ് ആയാലും ആക്ടിങ് ആയാലും എല്ലാ രീതിയിലും ആർട്ടിസ്റ്റിക് ഒരു ക്വാളിറ്റി പുറത്തു വരും. അപ്പോൾ ഐ ഡോണ്ട് ബിലീവ് ആർട്ട് ഇസ് കമ്പയറബിൾ. അത് ഒരിക്കലും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ ഇല്ല. കമ്പയർ ചെയ്യാൻ പറ്റുന്നതിലേ കോമ്പറ്റീഷനുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എങ്ങനെ നമ്മുടെ ഈ ഒരു ആർട്ട് ഫീൽഡിലുള്ള ഒരാൾക്ക് എങ്ങനെ നിങ്ങൾ ഈ പറയുന്ന പോലത്തെ സ്റ്റേറ്റ് അവാർഡാണ്, ഇതിനകത്ത് ഒരുപാട് സെറ്റ് ഓഫ് അവാർഡ്സ് ഉണ്ടല്ലേ, എങ്ങനെ അപ്പം ഈ ഒരു ആർട്ട് ഫീൽഡ് അപ്പോൾ അവാർഡ് കൊടുക്കാൻ പറ്റുക? അവാർഡ്സ് ഇപ്പോൾ കൊടുക്കുന്ന പോലെ തന്നെ കൊടുത്തോട്ടെ. ഞാൻ എന്നോട് കമ്പാരിസണും കോമ്പറ്റീഷൻ ചോദിച്ചതുകൊണ്ട് എൻ്റെ ഒരു കാഴ്ചപ്പാട് പറഞ്ഞു എന്നുള്ളൂ. ഇനിയും സ്റ്റേറ്റ് അവാർഡോ നാഷണൽ അവാർഡ് എനിക്ക് തരികയാണെങ്കിൽ സന്തോഷപൂർവ്വം വാങ്ങിക്കും, അതുകൊണ്ടല്ല. മനസ്സിലായി. അതൊരു പക്ഷേ ഒരു ആർട്ടിസ്റ്റ് ആ ഒരു കഥാപാത്രത്തിനോട് എത്രത്തോളം നീതി പുലർത്തുന്നു എന്നത് നോക്കിയിട്ടായിരിക്കാം ഒരു പക്ഷേ അത് അനലൈസ് ചെയ്യുന്നുണ്ടാവുക. ആയിരിക്കണം. ബിക്കോസ് നമ്മളെല്ലാവരും എപ്പോഴും യോജിക്കാറില്ലല്ലോ വിത്ത് അവാർഡ്സ്. നമ്മൾ പലപ്പോഴും പറയും അയ്യോ അവർക്കാണോ കൊടുത്തത്, എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് നാട്ടിൽ വന്നിട്ട് 1-2 ഇൻ്റർവ്യൂസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിന് മുന്നേ കുറച്ച് നാൾക്ക് കുറേ ഇൻ്റർവ്യൂസ് ഒക്കെ കൊടുക്കുമ്പോഴും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വരുമ്പോൾ ലെന പറയുന്നത് പലർക്കും മനസ്സിലാവുന്നില്ല.
എന്തൊക്കെയാ കുട്ടി പറയണേ എന്ന് ചിലർ പറയും. ചിലർ പറയും ലെന കിളി പോയി എന്നാ തോന്നണേന്ന് പറയും. ചിലർ പറയും, ചിലർക്ക് അത് ഒരു രീതിയിലും ഡൈജസ്റ്റ് ചെയ്യാത്ത വണ്ണം. ഇങ്ങനെയൊക്കെ പലർക്കും പലരുടേതായിട്ടുള്ള അവരുടെ വേർഷൻസ് പലതും ആയിരിക്കാം. ഇത്തരത്തിലുള്ള കമൻസ് തീർച്ചയായിട്ടും ലെനയും കേട്ടിട്ടുണ്ടാവും അല്ലേ? ഇതൊക്കെ കേട്ടത് എവിടെയാ ഒന്ന് പറയൂ. സോഷ്യൽ മീഡിയ. ആരൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ യൂഷ്വലി പോസ്റ്റ് ചെയ്യുന്നത്? സയൻറ്റിസ്റ്റ്, ഓത്തേഴ്സ്, ഡോക്ടേഴ്സ്, ലോയേഴ്സ്, ഫേമസ് ആർട്ടിസ്റ്റ്, പ്രൊഫസേഴ്സ്, അവരൊക്കെയാണോ? അല്ല. സോ നിങ്ങൾ കേട്ടത് വേറൊരു സ്ട്രാറ്റ. സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് എല്ലാത്തിനും കമൻറ്റ് ഇടുന്ന ഒരു സ്ട്രാറ്റ ഓഫ് ആൾക്കാരുടെ ഫീഡ്ബാക്ക് മാത്രമാണ് നിങ്ങൾ അറിഞ്ഞത്. ഞാൻ അറിഞ്ഞത് ഫൈറ്റർ പൈലറ്റ്സ്, ആസ്ട്രോനോട്ട്സ്, സയൻറ്റിസ്റ്റ്, റൈറ്റേഴ്സ്, ഓത്തേഴ്സ്, പോയറ്റ്സ്, ഭയങ്കര വേറെ മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ വളരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് താങ്ക് യു ഫോർ റൈറ്റിംഗ് സച്ച് എ ബുക്ക്, ഈ ബുക്ക് വായിച്ചിട്ട് ഇൻ്റർവ്യൂസ് കണ്ടിട്ട് അവരുടെ ലൈഫ് മാറി എന്ന് പറഞ്ഞിട്ട് താങ്ക് യു സോ മച്ച്, ഇറ്റ് ബ്രോട്ട് സോ മച്ച് ക്ലാരിറ്റി ടു മൈ ലൈഫ്. എനിക്ക് ഒരുപാട് സാന്ത്വനം കിട്ടി, എനിക്ക് ഒരുപാട് എൻ്റെ ലൈഫിലേക്ക് ഒരു മാർഗനിർദ്ദേശം കിട്ടി. കുറേ ആൾക്കാർക്ക് സ്പിരിച്വലി അവരുടെ സ്പിരിച്വൽ സെർച്ച് കണ്ടിന്യൂ ചെയ്യാനുള്ള ധൈര്യം കിട്ടി. ഇങ്ങനത്തെ ഫീഡ്ബാക്കാണ് എനിക്ക് പേഴ്സണലി കിട്ടിയത്. ഇവിടെ ഉണ്ടായ കോലാഹലവും ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ കമൻ്റ് ഇടുന്ന പിന്നെ ട്രോളന്മാർ എല്ലാവരും ചെയ്ത ഒരു ഉപകാരം എന്ന് പറയുന്നത്, ഇവർ ബഹളം വെച്ചതുകൊണ്ട് സാധാരണ സോഷ്യൽ മീഡിയ അധികം ശ്രദ്ധിക്കാത്ത ഈ വേറെ മേഖലയിലുള്ള ആൾക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു. അവർ അവയർനെസ് ക്രിയേറ്റ് ചെയ്തു. ഇവരിവിടെ വെച്ച ബഹളം കാരണം ഒരുപാട് അവയർനെസ് ഉണ്ടായി. അത് കാരണം എൻ്റെ ബുക്ക് ദി ഓട്ടോബയോഗ്രഫി ഓഫ് ഗോഡ് ഓൾ ഇന്ത്യ ആമസോൺ നാഷണൽ ബെസ്റ്റ് സെല്ലർ ലിസ്റ്റിലെത്തി. ബെസ്റ്റ് സെല്ലർ ലിസ്റ്റിലെത്തിയിട്ട് പെൻഗ്വിൻ ബുക്സ് അത് ടേക്ക് ഓവർ ചെയ്തു. സോ പെൻഗ്വിൻ ബുക്സ് പബ്ലിഷ് ചെയ്തു ബുക്ക്. അതിനുശേഷം ഇപ്പോൾ DC ബുക്സ് മലയാളത്തിൽ ദൈവത്തിൻ്റെ ആത്മകഥ എന്ന പേരിൽ പ്രകാശ് ചങ്ങമ്പുഴ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള കോപ്പി ഇറക്കി. ഈ ഇൻ്റർവ്യൂ കണ്ടുകൊണ്ട് പ്രശാന്ത് നായർ എന്ന ഫൈറ്റർ പൈലറ്റ് ആസ്ട്രോനോട്ട് എൻ്റെ സ്പിരിച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങും അദ്വൈത വേദാന്തമായിട്ട് വളരെ സിമിലാരിറ്റിയുള്ള കാര്യങ്ങളാണല്ലോ പറയുന്നത്, ഇത്ര ക്ലാരിറ്റിയോട് പറയാൻ പറ്റുന്നല്ലോ എന്ന് പറഞ്ഞ് ആ ബുക്ക് വാങ്ങി വായിക്കുകയും ഇൻ്റർവ്യൂസ് കാരണം എന്നെ കോൺടാക്റ്റ് ചെയ്യും. ഇന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ ആവാൻ കാരണം ഇതൊക്കെയാണ്. അപ്പോൾ നമ്മളെപ്പോഴും നോക്കേണ്ടത് വേർ ആർ വി ഗെറ്റിംഗ് അവർ ഫീഡ്ബാക്ക് ഫ്രോം. ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ ഓരോ കമൻറ്റും വായിക്കാനിരുന്നാൽ എൻ്റെ നിലവാരം എന്താവും? വെരി ട്രൂ. ആദ്യം മുതലേ ലെന ഇത്രയ്ക്കും ഇങ്ങനെ തന്നെയായിരുന്നോ സോഷ്യൽ മീഡിയനെ? അതോ ത്രൂ ഔട്ട് അല്ലെങ്കിൽ പല എക്സ്പീരിയൻസിൽ നിന്നോ കുറേ ലേറ്റർ ഓൺ ആണ് ഇങ്ങനെ ഒരു തിരിച്ചറിവ് കിട്ടിയത്? എൻ്റെ സോഷ്യൽ മീഡിയ കാണുന്നവർക്ക് അറിയാം, ഐ ഡു നോട്ട് ഫോളോ എനിബഡി. എൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ ഐ ഡോണ്ട് ഫോളോ എനിവൺ ഓൺ ഇൻസ്റ്റഗ്രാം, ഐ ഡു നോട്ട് ഫോളോ എനിവൺ ഓൺ ഫേസ്ബുക്ക്, ആൻഡ് ഇറ്റ് ഹാസ് ഓൾവേസ് ബീൻ സോ. വൈ? It's a one-way traffic. I am an influencer. I am not being used by social media. I post on social media. I do not sit and watch social media. Okay. Because social media is a tool for business, really. അത് ആൾക്കാർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇറ്റ്സ് എ ബിസിനസ് ടൂൾ. അത് യൂസ് ചെയ്യുന്നവർ വളരെ സക്സസ്ഫുൾ ആയിട്ട് അത് യൂസ് ചെയ്യാറുണ്ട്. അവരവരുടെ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. ദിവസം മുഴുവനും ഇരുന്ന് റീൽസ് സ്ക്രോൾ ചെയ്യുന്നവർ അവരുടെ ലൈഫ് ടൈം വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ പറയേണ്ട ഒരു അവയർനെസ് കാര്യം തന്നെയാണ്. അവർ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു അവരുടെ ലൈഫ്. ഇവരവിടെ പോയി, ഇവിടെ പോയി, ട്രാവൽ ചെയ്തു, എനിക്ക് അവിടെ പോകണം, ഇവരിങ്ങനത്തെ ഡ്രസ്സ് ഇട്ടു, എനിക്ക് അങ്ങനത്തെ ഡ്രസ്സ് ഇടണം. നമുക്കറിയാം നമ്മുടെ മിക്ക ഡ്രസ്സസും സ്പോൺസേർഡാണ്, നമ്മുടെ ഔട്ട്ഫിറ്റ്സ് സ്പോൺസേർഡാണ്, നമ്മുടെ സ്റ്റൈലിസ്റ്റ് ചെയ്യുന്നതാണ്. ഇതെല്ലാം കൂടെ ഒരാൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് ഈ ഡ്രസ്സിന് പൈസ ചിലവാക്കി, ഈ ഓർണമെൻറ്റ്സിന് ചിലവാക്കി, മേക്കപ്പ് ചെയ്ത്, ഹെയർ ചെയ്ത് ഇങ്ങനെ നടക്കാൻ പറ്റില്ല ഇൻ റിയൽ ലൈഫ്. ബട്ട് ദേ തിങ്ക് ഇറ്റ് ഇസ് റിയൽ ലൈഫ്. ഈ സോഷ്യൽ മീഡിയയുടെ അടിമകൾ എന്ന് ഞാൻ പറയും, അടിമ അല്ലെങ്കിൽ വിക്റ്റിമായി പോവുകയാണ്, എസ്പെഷ്യലി യങ്ങർ ജനറേഷൻ. അവരുടെ വിചാരം സോഷ്യൽ മീഡിയയിൽ കാണുന്നതാണ് റിയൽ ലൈഫ് എന്നാണ്. അത് റിയൽ ലൈഫ് അല്ല. അത് നമുക്കറിയാം, ബിക്കോസ് നമ്മൾ സ്ക്രീനിൻ്റെ ഇപ്പുറം നിൽക്കുന്ന ആൾക്കാരാണ്. സോ ഞാൻ സോഷ്യൽ മീഡിയ ഒട്ടും ഫോളോ ചെയ്യാത്ത ഒരാളാണ് തുടക്കം മുതൽ. ഞാനിതിൽ ഇരുന്ന് സ്ക്രോൾ ചെയ്യുന്നില്ല. എനിക്ക് എന്തെങ്കിലും ഫീഡ്സ് പോപ്പപ്പ് ആവുന്നുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും പോസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ ഐ മൈറ്റ് സീ സംതിങ്. അല്ലാതെ ഐ ഡോണ്ട് ഹാവ് ദ ടൈം ആൻഡ് എനർജി ടു സിറ്റ് ആൻഡ് സ്ക്രോൾ ഓൺ സോഷ്യൽ മീഡിയ. വേറെ ഇഷ്ടംപോലെ പണിയുണ്ട് നമുക്കിവിടെ ചെയ്യാൻ. സോഷ്യൽ മീഡിയ ഡെയിലി സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ തലച്ചോറ് ആക്ച്വലി ന്യൂറോണൽ കണക്ഷൻസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത്
ക്ലിനിക്കലി പ്രൂവൻ ആണ്. ഡി അഡിക്ഷൻ സെൻറ്റേഴ്സിലേക്ക് ആൾക്കാരെ വിടേണ്ടി വരുന്നു ഫോർ സോഷ്യൽ മീഡിയ ഡി അഡിക്ഷൻ. സോഷ്യൽ മീഡിയ ഈസ് നോട്ട് യുവർ ഫ്രണ്ട്, ഇറ്റ് ഈസ് എ പ്ലേസ് വെർ യു ക്യാൻ ഗെറ്റ് ഇൻഫർമേഷൻ. പക്ഷേ വളരെ സെലക്റ്റീവായിട്ട് നമ്മൾ പോയി സെർച്ച് ചെയ്യണം. അല്ലാതെ സോഷ്യൽ മീഡിയ ഇങ്ങോട്ട് ഇട്ടുകൊണ്ടിരിക്കുന്ന എല്ലാം കൺസ്യൂം ചെയ്യാൻ നിന്നാൽ നമ്മൾ ആക്ച്വലി അതിൻ്റെ വിക്ടിമാവുകയാണ് ചെയ്യുന്നത്. ശരിക്കും അതിൻ്റെ എന്താ പറയുക, ഇപ്പം ലെന പറയണത് ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും അതിൻ്റെ ഒരു ഇറ്റ്സ് എ ഫാക്ട് അല്ലേ. ബിക്കോസ് ആൾക്കാർ തുടങ്ങും എന്തോ ഒരു കാര്യം ചെയ്യാൻ പോയി, എസ്പെഷ്യലി അങ്ങോട്ട് പോസ്റ്റ് ചെയ്യാൻ പോയി, അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യാൻ പോയിട്ട് ഒട്ടും പോസ്റ്റ്സ് ഇടാത്ത ആൾക്കാരുണ്ട് വെറുതെ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യാൻ. അവർ 2-3 മണിക്കൂർ പോകുന്നത് അവരറിയുന്നില്ല. അത് ലൈഫ് ടൈമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ജീവിതമാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ പോയാൽ മതിയെങ്കിൽ മതി, അവരുടെ ഇഷ്ടം അതാണെങ്കിൽ നമ്മളാരുമല്ല ഒന്നും പറയാൻ. പക്ഷെ ഞാനത് ചെയ്യില്ല. ഇപ്പോൾ ഇതിനകത്ത് തന്നെ വ്യൂസ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ഈ സോഷ്യൽ മീഡിയ അഡിക്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ആ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്ന ഒരുപാട് ഈവൻ സെലിബ്രിറ്റീസ് ആയിക്കോട്ടെ നോർമൽ പീപ്പിൾ ആണെങ്കിലോട്ടെ ഉണ്ട്. അവരതിന് വേണ്ടിയിട്ടുള്ളൊരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും ഓരോ എക്സ്ട്രീം ലെവലിൽ വരെ പോകുന്നുണ്ടല്ലേ, ജസ്റ്റ് ടു ഗെറ്റ് അവർ അട്രാക്ഷൻ അല്ലെങ്കിൽ വ്യൂസ് ഫ്രം അതർ പീപ്പിൾസ്. അത് ഡെഫിനറ്റ്ലി. പക്ഷെ ഇപ്പോൾ ഞാൻ പറയുന്നു, ഇപ്പോൾ നമ്മളൊരു ഇൻ്റർവ്യൂ കൊടുക്കുന്നു, അതായത് യൂട്യൂബ് എനിക്ക് വളരെ സെപ്പറേറ്റ് ആണ്. ഞാൻ യൂട്യൂബ് അത്യാവശ്യം നന്നായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണ്. ബിക്കോസ് യു ക്യാൻ ലേൺ എ ലോട്ട് ഓൺ യൂട്യൂബ്. നമുക്ക് ഇപ്പോൾ കുക്കിംഗ് മുതൽ ഏതൊരു കാര്യത്തിനും യു വാണ്ട് ആൻ ആൻസർ. ഈ ഇന്ന സോക്കറ്റ് ഫിറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഇന്ന വാക്യൂം ക്ലീനറിൻ്റെ ഒരു പാർട്ട് നമ്മളിത് എറർ കാണിക്കുന്നു, എനിത്തിങ് യു ക്യാൻ ഗെറ്റ് ഇറ്റ് ഓൺ യൂട്യൂബ്. ഇപ്പം നമുക്ക് ഞാൻ വാസ്തുവിൻ്റെ കോഴ്സ് ചെയ്തത് യൂട്യൂബിലാണ്. ഇപ്പം നമ്മുടെ ഇൻ്റർവ്യൂസ് ഇറ്റ് ഗിവ്സ് വാല്യൂ ടു പീപ്പിൾ. അത് കേട്ടാൽ അവരുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ചേഞ്ച് വരുത്താവുന്ന ഇഷ്ടംപോലെ കോണ്ടന്റ് ഉണ്ട്. വെറസ് ഞാൻ പറയുന്നത് സോഷ്യൽ മീഡിയ, അതിൽ ഞാൻ യൂട്യൂബ് അങ്ങനെ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഈ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് ആൻഡ് മെനി അതേഴ്സ് ലൈക്ക് ദാറ്റ്, അങ്ങനത്തെ ഇഷ്ടം പോലെ വെറുതെ ചാറ്റിംഗ് ആപ്സ്, ഈവൻ വാട്സാപ്പ് പോലും ആൾക്കാർ ഭയങ്കരമായിട്ട് മിസ്യൂസ് ചെയ്യാറുണ്ട്. ഡെയിലി വെറുതെ ഇരുന്ന് സ്റ്റാറ്റസ് അപ്ഡേറ്റും ഈ പറഞ്ഞ വാട്സാപ്പ് ഗ്രൂപ്പ്സും 1000 ഗ്രൂപ്പിൻ്റെ ഭാഗമാവുക, ആ ഗ്രൂപ്പിലെ എല്ലാ ചർച്ചകളും കേട്ടുകൊണ്ടിരിക്കുക. വേസ്റ്റ് ഓഫ് ടൈം. ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് റീൽസ് നോക്കിക്കൊണ്ടിരിക്കുക, യൂട്യൂബിൽ പോയിട്ട് ഷോർട്സ് നോക്കിക്കൊണ്ടിരിക്കുക. അതേ സമയത്ത് യൂട്യൂബിൽ വാല്യുബിൾ ലോങ് കണ്ടൻറ് ഉണ്ട്. ഈ ലോങ് കോണ്ടൻറ്റ് നമുക്ക് സഹിക്കാൻ പറ്റാത്ത ലെവലിലോട്ട് പോകുന്നത് ബിക്കോസ് നമ്മുടെ ബ്രെയിൻ 3 സെക്കൻഡ് റീൽസിൽ അഡിക്റ്റഡായി. അപ്പം 3 സെക്കൻഡിന് മുകളിൽ പോകുമ്പോൾ അറ്റൻഷൻ ഡെഫിസിറ്റ് വരുന്നു. അതിപ്പോഴത്തെ ഒരു വലിയ പ്രശ്നമാണ്. ആൾക്കാർക്ക് അറ്റൻഷൻ ഡെഫിസിറ്റാണ് ഇപ്പോൾ പ്രശ്നം. 5 മിനിറ്റ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കേട്ടിരിക്കാൻ വയ്യ. അതൊരു ADHD പോലത്തെ ഒരു സിറ്റുവേഷനിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ ബ്രെയിൻസ്.